മലയാള സിനിമ ഇന്ന് സൗത്ത് ഇന്ത്യയുടെയും ഇന്ത്യൻ സിനിമയുടെയും തന്നെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ദുൽഖർ, പൃഥ്വിരാജ്, ടൊവിനോ അങ്ങനെ നമ്മുടെ താരങ്ങളെല്ലാം പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് പിടിച്ചടക്കാനായി എത്തുന്നു. മലയാളത്തിൽ നിന്നും അടുത്തതായി തിയേറ്ററുകൾ ഇളക്കിമറിക്കാൻ പോകുന്ന ആ കിടിലൻ 15 പാൻ ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒന്നാമത്തെ ചിത്രം ഐ ആം ഗെയിം. നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനും ജോ വർഗീസും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സ്പോർട്സ് ഫാന്റസി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സിനിമ കായിക ലോകത്തെ അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ചിത്രം വരുന്ന സെപ്റ്റംബർ 3-ാം തീയതി റിലീസിനെത്തുമെന്ന് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുമുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാവും ഐ ആം ഗെയിം റിലീസിനെത്തുക. രണ്ടാമത്തെ ചിത്രം ടിക്കി ടക്ക. ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ നിർമ്മാണത്തിൽ രോഹിത് VS സംവിധാനം ചെയ്യുന്ന ഹൈ ഒക്ടൈൻ ആക്ഷൻ ഡ്രാമ മൂവിയാണ് ടിക്കി ടക്ക. ആസിഫ് അലി നായകനായി എത്തുന്ന ഈ ചിത്രം അധോലോകത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വലിയൊരു ആക്ഷൻ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഈ വർഷം അവസാനത്തോടുകൂടി ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ റിലീസ് ചെയ്യാനാണ് മൂവി ടീം പ്ലാൻ ചെയ്തിട്ടുള്ളതും. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാസ് ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ടിക്കി ടക്കയെന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രം കോസ്മിക് സാംസൺ. സോഫിയ പോളിന്റെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിച്ച് അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ ചിത്രമാണ് കോസ്മിക് സാംസൺ. വലിയൊരു ഫാന്റസി ലോകമാണ് ഈ സിനിമയുടെ പശ്ചാത്തലമാകുന്നത്. സന്ദീപ് പ്രദീപ്, മിയ ജോർജ്, സിദ്ദിഖ്, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം വരുന്ന ഒക്ടോബർ 15-ന് റിലീസ് ചെയ്യാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. വലിയ ബഡ്ജറ്റിൽ പാൻ ഇന്ത്യൻ തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം വിഷ്വൽ എഫക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ഒരുങ്ങുന്നതെന്നും പറയപ്പെടുന്നു. നാലാമത്തെ ചിത്രം കത്തനാർ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ഫാന്റസി മിസ്റ്ററി ഹൊറർ ത്രില്ലർ ജയസൂര്യ നായകനാക്കി ഒരുങ്ങുന്ന വലിയ പ്രോജക്റ്റാണ്. കടമറ്റത്ത് കത്തനാരുടെ ഐതിഹാസിക കഥകളെ ആസ്പദമാക്കി അത്യാധുനിക വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യയിലാണ് കത്തനാർ ഒരുങ്ങുന്നത്. ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലോ പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നതും. അഞ്ചാമത്തെ ചിത്രം മട്ടാഞ്ചേരി മാഫിയ. മമ്മൂട്ടി, ആസിഫ് അലി, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ഈ ഗ്യാങ്സ്റ്റർ ഡ്രാമ ചിത്രം കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ മാഫിയ സംഘങ്ങളുടെ കഥയാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനികൾ നിർമ്മിക്കുന്ന ഈ ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വലിയ പ്രതീക്ഷയോടെയാണ് എത്തുന്നത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഈ സിനിമ മലയാളത്തിലെ വരുന്ന വർഷത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ പ്രോജക്ടുകളിൽ ഒന്നാണ്. ആറാമത്തെ ചിത്രം കാളിയൻ. എസ് മഹേഷ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, സുകുമാരൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാളിയൻ. വേണാടിന്റെ ചരിത്രവും ഒരു യോദ്ധാവിന്റെ പ്രതികാരവും പ്രമേയമാകുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ 2027-ന്റെ തുടക്കത്തിൽ ആരംഭിക്കുമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ താരമൂല്യം ഉപയോഗപ്പെടുത്തി വലിയ തോതിൽ പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് സിനിമയുടെ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നതും. ഏഴാമത്തെ ചിത്രം L3 അസ്രായേൽ. ലൂസിഫർ, എമ്പുരാൻ എന്നീ സിനിമകളുടെ തുടർച്ചയായി വരുന്ന ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമായി ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ വർക്കുകൾ അടുത്ത വർഷം അവസാനത്തോടുകൂടിയാവും ആരംഭിക്കുക. ലാലേട്ടന്റെ പാൻ ഇന്ത്യൻ ആരാധക വൃന്ദത്തെ ലക്ഷ്യമാക്കി വലിയ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആഗോള തലത്തിൽ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട്. എട്ടാമത്തെ ചിത്രം പറക്കും പപ്പൻ. ദിലീപിന്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസും ഗോകുലം മൂവീസും ചേർന്ന് നിർമ്മിക്കാനിരിക്കുന്ന ഒരു കോമഡി ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണ് പറക്കും പപ്പൻ. ഈ ചിത്രം ദിലീപിന്റെ കരിയറിലെ തന്നെ വലിയ പരീക്ഷണ സിനിമകളിൽ ഒന്നായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പാൻ ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ സിനിമയുടെ കഥയും ദൃശ്യങ്ങളും മൂവി ടീം അണിയിച്ചൊരുക്കാൻ പോകുന്നതെന്നും പറയപ്പെടുന്നു. 2027-ലാവും പറക്കും പപ്പന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുക. ഒൻപതാമത്തെ ചിത്രം മായൻ. ജയസൂര്യയും നൈല ഉഷയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു ഫാന്റസി മിസ്റ്ററി ഹൊറർ ത്രില്ലർ ചിത്രമാണ് മായൻ. ഈ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം റഷ്യയിൽ വെച്ച് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അടുത്ത മാസം മുതൽ സിനിമയുടെ കേരളത്തിലെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ആരംഭമാവുകയും ചെയ്യും. വൻ ഹൈപ്പുള്ള ഈ ചിത്രം പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിന് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നതും. പത്താമത്തെ ചിത്രം L367. ഗോകുലം സിനിമാസിന്റെ ബാനറിൽ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന മിലിറ്ററി ബേസ്ഡ് ആക്ഷൻ വാർ മൂവിയാണ് L367. മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ഈ ചിത്രം തീർത്തും ഒരു ആക്ഷൻ എന്റർടൈനർ ആണ്. ആധുനിക സൈനിക പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും റിലീസിനെത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. 11ാമത്തെ ചിത്രം ഡ്യുവെക്സ്. 2012-ൽ അമൽ നീരദ് സംവിധാനം ചെയ്ത് പുറത്തുവന്ന ബാച്ചിലർ പാർട്ടിയുടെ സ്പിരിച്വൽ സീക്വലായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡ്യുവെക്സ്. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ ടൊവിനോ തോമസ്, നസ്ലിൻ, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ഷൈംടോൺ ചാക്കോ തുടങ്ങിയ വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്ന ഈ ചിത്രം പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്.
12ാമത്തെ ചിത്രം ലോക ചാപ്റ്റർ 2 ചാത്തൻ. ടൊവിനോ തോമസ് നായകനെ എത്തുന്ന ഈ മിത്തോളജിക്കൽ ഫാന്റസി ആക്ഷൻ സൂപ്പർ ഹീറോ ചിത്രത്തിൽ ടൊവിനോയ്ക്കൊപ്പം ദുൽഖർ സൽമാനും കല്യാണി പ്രിയദർശനും നസ്ലിൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കേരളീയ ഐതിഹ്യങ്ങളിലെ ചാത്തൻ എന്ന സങ്കല്പത്തെ ആധുനികവൽക്കരിക്കുന്ന ഈ ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. 13ാമത്തെ ചിത്രം മമ്മൂട്ടി നിതീഷ് സഹദേവ് മൂവി. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം കൊമേഴ്ഷ്യൽ മാസ് മസാല എന്റർടൈൻമെന്റ് പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഈ ഒരു പ്രോജക്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മറ്റൊരു മാസ് പരീക്ഷണമായിരിക്കുമെന്നും പറയപ്പെടുന്നു. ദേശീയ തലത്തിൽ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെ മുൻനിർത്തി ഈ സിനിമയും ഒരേ സമയം തമിഴിലും മലയാളത്തിലുമായി റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. 14ാമത്തെ ചിത്രം തോട്ടം. ആന്റണി വർഗീസും കീർത്തി സുരേഷും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സർവൈവൽ ത്രില്ലർ ഫാന്റസി മൂവിയാണ് തോട്ടം. മലയോര തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ദുരൂഹത നിറഞ്ഞ സംഭവങ്ങൾ പറയുന്ന ഈ ചിത്രം പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡബ്ബ് ചെയ്താവും റിലീസിനെത്തുക. നിലവിൽ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്നു. 15ാമത്തെ ചിത്രം ഒടിയൻ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരനും മഞ്ജു വാര്യരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു ഹൊറർ മിത്തോളജിക്കൽ ഫാന്റസി ചിത്രമാണ് ഒടിയൻ. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അവസാനിച്ച് ഇപ്പോൾ മൂന്നാറിൽ വെച്ച് സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണത്തിന് തുടക്കമായിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ബോളിവുഡ് നിർമ്മാതാവായ കരൺ ജോഹറും ചേർന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക.